ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 9 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് പ്രഖ്യാപിച്ചു. ഒഡിയ റൈറ്റർ ആയിട്ടുള്ള പ്രതിഭ റേ ആണ് 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡിന് അർഹയായിട്ടുള്ളത്. വരാൻ പോകുന്ന മെയ് 27 ആ ദിവസമാണ് അവാർഡ് നൽകി ആദരിക്കുക. എന്തുകൊണ്ടാണ് മെയ് 27 ആ ദിവസം ONV സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്? 1931 മെയ് 27 ആ ദിവസമാണ് ONV കുറുപ്പ് ജനിച്ചത്. ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് മെയ് 27 ഈ ദിവസം അവാർഡ് നൽകുന്നത്. 2017 മുതലാണ് ഈ അവാർഡ് നൽകാൻ തുടങ്ങിയിട്ടുള്ളത്. കവി പ്രഭാവർമ്മ, എഴുത്തുകാരൻ മഹാദേവൻ തമ്പി എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയിൽ നോവലിസ്റ്റ് ജോർജ് ഓണക്കൂർ അധ്യക്ഷയായിട്ടുള്ള ഒരു ജൂറിയാണ് ഒഡിയ റൈറ്റർ ആയിട്ടുള്ള പ്രതിഭ റേയിനെ 2024 ONV കൾച്ചറൽ അക്കാദമി ലിറ്റററി അവാർഡിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോ ദിവസം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷയും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2024 മെയ് 12 ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ എല്ലാ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാൻ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പകർച്ചവ്യാധികൾ ഈ വരുന്ന മെയ് 12 എല്ലാ വീടുകളിലും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാൻ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ മഴ, അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുക, ഇതുണ്ടാകുമ്പോൾ കൊതുക് മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാൻ വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്നിപ്പോൾ ഡെങ്കു പനിയാണ് കൂടുതലായിട്ടും കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഈ ഒരു ഫീവർ, ഇതെല്ലാം തന്നെ പറയുമ്പോൾ കൊതുകാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാൻ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡ്രൈ ഡേ മെയ് 12. 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം എത്ര? 99.69%. ഈ വർഷം പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളാണ് 4,26,892. ഇതിൽ പാസ്സായിട്ടുള്ള കുട്ടികളാണ് 4,25,565. അതായത് 99.69%. കഴിഞ്ഞ വർഷം ഇത് 99.7% അതായത് 0.01% കുറവാണ് ഈ വർഷം. A+ ലഭിച്ചിട്ടുള്ള കുട്ടികളാണ് 71,831, അതായത് 71,831 സ്റ്റുഡൻസ്. ഏറ്റവും കൂടുതൽ A+ ലഭിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ അത് നോർത്തേൺ മലപ്പുറമാണ്. കഴിഞ്ഞ വർഷം വടക്കൻ മലപ്പുറമായിരുന്നു ഏറ്റവും കൂടുതൽ A+ ലഭിച്ചിട്ടുള്ള ഏരിയ. അതുപോലെ റവന്യൂ ഡിസ്ട്രിക്ട് ആണെങ്കിൽ കോട്ടയമാണ്. പാസിംഗ് പെർസെന്റേജ് 99.92%. 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 3ാമത്. ഇന്റർനാഷണൽ എനർജി അനാലിറ്റിക്കൽ ഏജൻസി ഏംബർ പുറത്തിറക്കിയിട്ടുള്ള ഒരു കണക്ക്, അതായത് മെയ് 8 പുറത്തിറക്കിയിട്ടുള്ള ഒരു കണക്കനുസരിച്ച് 2023 ഇന്ത്യ 3ാം സ്ഥാനത്താണ് സോളാർ എനർജിയിൽ പ്രൊഡക്ഷനിൽ. ജപ്പാനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ സോളാർ പ്രൊഡക്ഷനിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ റിന്യൂവബിൾ എനർജി, അതായത് കാറ്റാടി യന്ത്രം, സോളാർ എനർജി എന്നിങ്ങനെ പോകുന്ന ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്താണ്. 2024 കണക്കനുസരിച്ച്, അതായത് ഈ വർഷത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ ചൈനയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതായത് സോളാർ പ്രൊഡക്ഷനിൽ ചൈന ഏറ്റവും മുന്നിൽ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് US, 3ാം സ്ഥാനത്ത് ജപ്പാൻ, 4 ജർമ്മനി, 5ാം സ്ഥാനത്ത് ഇന്ത്യ. US, ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ ഇവർ സംയുക്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജി അതിനേക്കാൾ കൂടുതലാണ് ചൈന ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 2024 കണക്കനുസരിച്ച്. ഈ കണക്ക് നൽകിയിട്ടുള്ളത് ഇന്റർനാഷണൽ എനർജി അനാലിറ്റിക്കൽ ഏജൻസി ഏംബർ ആണ്. 2023 സോളാർ പ്രൊഡക്ഷനിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത്. UK ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനക്ക ഏതു പേരിലാണ് ഇന്ത്യയിൽ വാക്സിൻ നൽകിയിട്ടുള്ളത്? കോവിഷീൽഡ്. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്, SII. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും UK ആസ്ട്രാസെനക്ക സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു COVID-19 വാക്സിൻ ആണ് കോവിഷീൽഡ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കോവിഷീൽഡ് അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനും പ്ലേറ്റ്ലെറ്റ്സ് ഇത് കുറവ് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതനുസരിച്ചാണ് ഇപ്പോൾ UK ബേസ്ഡ് ആയിട്ടുള്ള ആസ്ട്രാസെനക്ക COVID-19 വാക്സിൻ അതിന്റെ ഉൽപാദനം പിൻവലിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ കോവിഷീൽഡ് ഇതിന്റെ ഉൽപാദനം പിൻവലിച്ചു. മാനുഫാക്ചറിംഗ് എല്ലാം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർത്തലാക്കി.
ഇന്ത്യൻ ആർമിയുടെ കാർഗ കോപ്സ് 3 ദിവസത്തെ സംയുക്ത അഭ്യാസം വിജയകരമായി നടത്തിയത് ഏത് സ്ഥലത്താണ്? പഞ്ചാബ്. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാർഗ. ഇത് പഞ്ചാബിലാണ്. 3 days ആയിട്ടുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് നേടിയിട്ടുള്ള അപ്പാച്ചി എന്ന ഹെലികോപ്റ്ററും ALH-WSI ഹെലികോപ്റ്റർ കൂടാതെ അൺആംഡ് ഏരിയൽ വെഹിക്കിൾ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഒരുമിച്ച് നിന്നുള്ള ഒരു 3 days എക്സസൈസ് ആയിരുന്നു ഓപ്പറേഷൻ കാർഗ. ഇത് പഞ്ചാബിലായിരുന്നു. സ്കൂൾ ഓഫ് വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം? മണിപ്പൂർ. നമുക്കെല്ലാവർക്കും അറിയാം മണിപ്പൂരിൽ നടന്നിട്ടുള്ള വംശീയ കലാപം. മെയ് 3-ാം തീയതി ആരംഭിച്ചിട്ടുള്ള വംശീയ കലാപം ഇപ്പോഴും മിക്കവാറും എല്ലാവരും അഭയാർത്ഥി കേന്ദ്രങ്ങളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസം അത് കുറവ് വരുന്നതുകൊണ്ട് ഇപ്പോൾ മണിപ്പൂരിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം ആണ് സ്കൂൾ ഓൺ വീൽസ്. മൊബൈൽ ബസ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പ്രകാരം മൊബൈൽ സ്കൂൾ ബസ്, ഇതിൽ ലൈബ്രറി, കമ്പ്യൂട്ടേഴ്സ്, സ്പോർട്സ് ഗിയർ എന്നിവ അടങ്ങുന്ന മൊബൈൽ സ്കൂൾ ബസ് ആണ് ഇപ്പോൾ സ്കൂൾ ഓൺ വീൽസ് എന്ന പേരിൽ മണിപ്പൂർ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മണിപ്പൂരിന്റെ ഗവർണർ ആയിട്ടുള്ള അനസൂയ UK ആണ്. മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആണ് അനസൂയ UK. ഇപ്പൊ സ്കൂൾ ഓൺ വീൽസ് എന്ന ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് മണിപ്പൂരിലാണ്. ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാർ ബുക്ക് കവർ പ്രൈസ് 2024 9-ാം പതിപ്പിന്റെ വിജയി ആരാണ്? ബവി മേത്ത. ഡിസൈനർ ആയിട്ടുള്ള ബവി മേത്ത 2024 9-ാം പതിപ്പായിട്ടുള്ള ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാർ ബുക്ക് കവർ പ്രൈസ് ലഭിച്ചു. ബവി മേത്തയെ ആസ്പദമാക്കിയിട്ടുള്ള ദി ബുക്ക് ബ്യൂട്ടിഫുൾ എന്ന സൃഷ്ടി ഇതിനോടൊപ്പം തന്നെ പുറത്തിറക്കി. മെയ് 7-ാം തീയതിയാണ് ഡിസൈനർ ആയിട്ടുള്ള ബവി മേത്തയ്ക്ക് അവാർഡ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയിലെ ഓദർ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ശശി തരൂർ, അംബാസഡർ ഓഫ് നോർവേ, മേ എലിൻ സ്റ്റെനർ, കൂടാതെ അലക് പാണ്ഡെ. ഇന്നലെ മെയ് 8 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരേ ഒരു പകർച്ചവ്യാധി ഏതാണ്? ഇതിന്റെ ഉത്തരം സ്മോൾ പോക്സ്, വസൂരി. 1980 മെയ് 8-ാം തീയതി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചത്, അതായത് വസൂരി എന്ന രോഗം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തു എന്നതാണ്. അതായത് ലാസ്റ്റ് ആയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1977 സൊമാലിയിലാണ്. അതിനുശേഷം വസൂരി എന്ന രോഗം ലോകത്ത് എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1980 മെയ് 8-ാം തീയതി ഇത് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 12 ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ എല്ലാ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കാൻ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു? പകർച്ചവ്യാധികൾ. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? പ്രതിഭ റേ. 2024 SSLC പരീക്ഷയുടെ വിജയ ശതമാനം എത്ര? 99.69%. 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്തായിരുന്നു? 3-ാമത്. UK ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രസെനക്ക ഏതു പേരിലാണ് ഇന്ത്യയിൽ വാക്സിൻ നൽകിയത്? കോവിഷീൽഡ്. ഇന്ത്യൻ ആർമിയുടെ കാർഗ കോപ്സ് 3 ദിവസത്തെ സംയുക്ത അഭ്യാസം വിജയകരമായി നടത്തിയത് ഏത് സ്ഥലത്താണ്? പഞ്ചാബ്. സ്കൂൾ ഓൺ വീൽസ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം? മണിപ്പൂർ. ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാർ ബുക്ക് കവർ പ്രൈസ് 2024 9-ാം പതിപ്പിന്റെ വിജയി ആരാണ്? ബവി മേത്ത. ഇന്ന് മെയ് 9 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.